ഹായ് ഹലോ ഹവാരി ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ടിലത്തെ ഗാർഡൻ്റെ ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ്. ഗാർഡൻ എന്ന് പറയാൻ വേണ്ടി വലിയതൊന്നുമില്ല, ഒരു ചെറിയ സ്പേസേ ഉള്ളൂ. പക്ഷേ അതിൽ നിറച്ച് പുല്ല് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1.5 മാസമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടില്ലേ, നിറച്ച് പുല്ല് പിടിച്ച് ഉണങ്ങിയ ഇലകളൊക്കെ ആയി കുറേ വൃത്തികേടുകളായിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം പുകയുമില്ലേക്കൊക്കെ കുറേയൊക്കെ വെട്ടി കൊടുത്തു, എല്ലാം വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ താഴത്തുള്ള പുല്ലുകൾ പറിക്കുക, അതിൻ്റെ ഇടയ്ക്കൊരു ഒരു വയറ് വള്ളി പോലത്തെ ഒരു ഭയങ്കര കട്ടിയുള്ളൊരു പുല്ലുണ്ട്, അതാണ് ഭയങ്കര ടഫായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിറച്ച് എല്ലാ ചെടികളുടെ മുകളിലേക്കും പിടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ക്ലീൻ ചെയ്ത് സംസാരിച്ചൊക്കെ പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാമെന്ന് വെച്ചു. നമ്മുടെ ബ്ലീഡിങ് ഹാർട്സ് നന്നായി ഇങ്ങനെ പടർന്ന് താഴത്തേക്കൊക്കെ നിൽക്കണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മുകളിൽ കെട്ടി. അപ്പോൾ താഴത്തുള്ള പുല്ലും അതുപോലെ തന്നെ വേസ്റ്റും ഒക്കെ അടിച്ച് വരാനൊക്കെ എളുപ്പമുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പിടിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ആ പൂവ് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ തണ്ടുമ്പോൾ ഇങ്ങനെ കുറച്ച് നാൾ നിൽക്കുമല്ലോ, അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത്. ഈ ബ്ലീഡിങ് ഹാർട്സിൻ്റെ വൈറ്റ് വെറൈറ്റി ആരുടെടുത്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. എനിക്ക് വൈറ്റ് കിട്ടുന്നില്ല. പണ്ട് എൻ്റെ ഉമ്മച്ചിയുടെ വീട്ടിൽ വൈറ്റാണ് ഉണ്ടായിരുന്നത്. അത് ഉമ്മച്ചി കൊണ്ടുവന്ന് എൻ്റെ വീട്ടിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പിന്നെ അങ്ങ് നശിച്ചു പോയി. ഇപ്പോൾ ഉള്ളത് പിങ്കാണ്. ഈ എന്താ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വൈറ്റ് പിടിക്കുന്നില്ല, പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ ആരുടെടുത്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ, ഞാൻ അവിടെ വന്നിട്ട് എടുത്തോളാം. തൃശ്ശൂർ എറണാകുളം ജില്ലയിലൊക്കെയാണെങ്കിൽ ഞാൻ വന്നെടുത്തോളാം. എന്നോടൊന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇമെയിൽ അയക്കുക ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ പണികളൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തിട്ടാൽ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഒരാളെ വിളിച്ച് ചെയ്യിപ്പിക്കാനൊക്കെ സുഖമാണ്, പക്ഷെ അവർ നമ്മുടെ ആ ഒരു മനതൃപ്തിക്കൊന്നും ചെയ്തു തരില്ല. അതായത് അവർ പുല്ല് വൃത്തിയാക്കാൻ പറഞ്ഞാൽ ഫുള്ള് പുല്ലും വൃത്തിയാക്കും, ചിലപ്പോൾ കുറേ ചെടിയും പോവും. അങ്ങനെ വെട്ടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അങ്ങ് വെട്ടിക്കളയും. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വിളിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ രണ്ടിനും വണ്ടി ഉണ്ടാവാറുണ്ട്, പക്ഷേ ഞാൻ ഇപ്രാവശ്യം അവരെ കൊണ്ട് ചെയ്യിക്കേണ്ടെന്ന് വിചാരിച്ചു. അതേപ്പോൾ ഞാൻ തന്നെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാമല്ലോ എന്ന് വെച്ചു. ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കിലത്തെ യാർഡ് വൃത്തിയാക്കാനായിട്ട് കേട്ടോ. ബാക്കിലത്തെ യാർഡ് നിറച്ച് കറുകപ്പുല്ല് കയറി നിറച്ച് നിൽക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. ഇതിപ്പം ഇന്ന് മുഴുവനാവുമെന്ന് അറിയില്ല. ഞാൻ ഇതിൻ്റെ ഇടയിൽ പോയി കിച്ചണിലത്തെ പണികളും എല്ലാം ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം ഇവിടെ ചെയ്യും. രാവിലെ വന്ന് തുടങ്ങിയതാണിത്. അപ്പോൾ കുറച്ച് നേരം ഇത് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ആക്കി വെച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്ന് കുറച്ച് നേരം ചെയ്തു. അത് കഴിഞ്ഞ് ലഞ്ച് ഉണ്ടാക്കി വീടൊക്കെ ക്ലീൻ ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ വെയിലായല്ലോ, അപ്പോൾ വെയിലൊക്കെ ആറിയിട്ട് ചെയ്യാമെന്ന് വെച്ച് പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് പിന്നെ നിന്നത് കുറച്ച് നേരം. അപ്പോൾ അതെ, ഇപ്പോൾ ആ റെഡ് കളർ ചെടീനെ എന്താ പറയുന്നറിയില്ല, പക്ഷേ പണ്ട് മുതലേ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയാണല്ലോ അല്ലേ. ഇപ്പോൾ അതിങ്ങനെ കാണാതായി തുടങ്ങിയിട്ടുണ്ട്. പുതിയ വെറൈറ്റീസൊക്കെ ഇറങ്ങിയപ്പോൾ ഇതൊന്നും കാണില്ല. അപ്പോൾ ഞാൻ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി പിടിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ മാത്രമല്ല ബാക്ക് സൈഡിലും ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുന്നത് മുല്ലയും ജമന്തിയൊക്കെയാണ്. പിന്നെ എന്തോ ഒരു മണിമുല്ല എന്തോ പറഞ്ഞ സംഭവം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായി. അത് വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ച് അന്നിരിക്കണ പോലെ ഇരിക്കണം, ഒരു വ്യത്യാസം വന്നിട്ടില്ല. 1.5-2 വർഷമാവാനായി. പിന്നെ മറ്റ് സാധാ വള്ളിമൂല നന്നായി പൊങ്ങിയിട്ടുണ്ട്, അങ്ങ് പൂവൊക്കെ ഉണ്ടാവുന്നുണ്ട്. മറ്റേതിന് ഒരു ഇതും ഇല്ല. കാരണം ഈ ഞാൻ പറഞ്ഞ ഈ വള്ളി വയറുവള്ളി പോലത്തെ സാധനം അതിനാണെങ്കിൽ ഭയങ്കര വേരുവാണ്. അങ്ങോട്ട് വലിച്ചിട്ട് കിട്ടാണ്ട് എൻ്റെ കൈയൊക്കെ അങ്ങോട്ട് വേദന എടുത്തിട്ട് പോയായിരുന്നു. അത് നമ്മളിപ്പം ഒരാളെ വിളിച്ചാണെങ്കിൽ അവരെ ചെത്തി പോവും. പിന്നെ അതിൻ്റെ വേരോടെ നിൽക്കും, പെട്ടെന്ന് തന്നെ കിളിർത്ത് വരും, പൊടിച്ച് വരും. 2 ദിവസം കൊണ്ട് പൊടിച്ച് വരും. നമ്മൾ ചെടി നനക്കണതും അല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ വേരടിയിൽ നിന്ന് പിഴുതെടുക്കണം, എല്ലാത്തിൻ്റെയും വേരടിയിൽ നിന്ന് പിഴുതെടുക്കണം. അപ്പോൾ ഏതായാലും ക്ലീൻ ചെയ്യും. എല്ലാ വഴിക്ക് തന്നെ ചട്ടിയിലുള്ള പുല്ലും കൊണ്ടാണ് ക്ലീൻ ചെയ്യാൻ കേട്ടോ. അത് നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. നമ്മൾ ചെടി നനയ്ക്കുന്ന സമയത്ത് കാണുന്ന പുല്ലൊക്കെ പറിക്കാറുണ്ട്. എന്നാലും 1, 2, 3 പുല്ലിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കണം. പിന്നെ അതെ അവിടെ ഉള്ള പുല്ലൊക്കെ നന്നായി. അപ്പോൾ ഈ അടക്കാമരത്തിൻ്റെ മുകളിലേക്കൊക്കെ ആ വയറുവള്ളി കയറിയിട്ടേ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇറുകി പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കായിരുന്നു. പിന്നെ അതൊക്കെ വലിച്ചെടുത്ത് ഒക്കെ വൃത്തിയാക്കിയിട്ടാ. അതിനിടയിൽ കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഒരു ചട്ടിയിൽ നിന്ന് കുറച്ച് മണി പ്ലാന്റേയും കട്ട് ചെയ്ത പഴം വീണിട്ടുണ്ടായിരുന്നു. അതവിടെ കിടന്ന് മുളച്ചിങ്ങനെ പീസായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ എടുത്തിട്ടാണ് നമുക്ക് പോട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ ഇങ്ങനത്തെ പണികളൊക്കെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കീഴാർനെല്ലിയും അതുപോലെ മുയൽ ചെവിയൊക്കെ നന്നായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഒരു 3-4 കടയൊക്കെ ഞാൻ അവിടെ നിർത്തി, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നാലോ വല്ല ചുമയൊക്കെ വന്നാലോ എന്ന് വെച്ചിട്ട്. ബാക്കിയെല്ലാം പറിച്ചു, നന്നായിട്ടുണ്ടായിരുന്നു കീഴാർനെല്ലിയൊക്കെ. അപ്പോൾ ഞാൻ അതൊക്കെ കുറേ അങ്ങ് പറിച്ചെടുത്തിട്ടാണ് കണ്ട. പിന്നെ അവിടെ ഒരു പേര നിൽക്കുന്നുണ്ട്. അപ്പോൾ പേരയുടെ ഇല വീണിട്ട് നിറച്ച് ചവറും അതും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി അടിക്കലൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ഇങ്ങനെ ഇതേമാതിരി ക്ലീൻ ചെയ്യുമ്പോൾ ഒന്നിച്ചങ്ങ് ക്ലീൻ ചെയ്യാറാണ്. അങ്ങനെ ഞാനിത് ക്ലീൻ ചെയ്തൊരു അർബാനയിലേക്കാണ് ഇടുന്നത് പുല്ലൊക്കെ. ഇനിയിപ്പോൾ അപ്പുറത്തൊക്കെ ഇട്ടിട്ട് ഞാൻ വൃത്തിയിടാവണ്ടെന്ന് വെച്ചിട്ട് നേരെ അർബാനിലേക്ക് ഇടുന്നത്. 2 അർബാൻ ഇപ്പം തന്നെ കൊണ്ട് കളഞ്ഞ് കഴിഞ്ഞിട്ടോ ഞാൻ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇപ്പോൾ 3ാമത്തെ അർബാനാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള പുല്ലും ചവറും ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ അധികം സ്ഥലം കുറവായതുകൊണ്ട് അപ്പം തന്നെ കൊണ്ട് കത്തിച്ചളയാണ് കേട്ടോ. കത്തിക്കുന്ന സാധനത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് അപ്പം തന്നെ ഞാൻ കുറച്ച് കത്തിച്ചളയാണ്. എനിക്ക് ഈ കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. വേസ്റ്റ് പേപ്പറും ഈ ഇലകളൊക്കെ അടിച്ചു കൂട്ടി കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ ഇലകളൊക്കെ അടിച്ചു കൂട്ടിയിട്ട് കത്തിക്കണ അതിൻ്റെ മുകളിലേക്ക് ഈ പുല്ല് ഇട്ട് കൊടുക്കും. അപ്പോൾ നന്നായി കത്തിക്കോളും. അപ്പോൾ അതുകൊണ്ട് വൃത്തിയായിക്കോളുമല്ലോ. പിന്നെ ആ ഭാഗം അതിന് കുറേ ഇങ്ങനെ പുല്ല് അവിടെ കൂടി കിടന്ന് വൃത്തിയായിട്ടായിരിക്കുമല്ലോ. അപ്പം തന്നെ അങ്ങനെ വൃത്തിയാക്കി അതൊരു സുഖമാണല്ലോ. എനിക്ക് കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ 1-2 ദിവസമെങ്കിലും എന്തെങ്കിലുമൊക്കെ കത്തിക്കാനുള്ള സാധനങ്ങൾ ഒപ്പിക്കൂട്ടോ. അതായത് വല്ല കൊമ്പും ചില്ലയും വെട്ടിയിട്ടോ അല്ലെങ്കിൽ ഇലകളൊക്കെ അടിച്ചു കൂട്ടി അതെടുത്ത് ഇട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ കത്തിക്കുന്ന സ്ഥലം കാണിച്ചു തരാട്ടോ പിന്നൊരു ദിവസം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കത്തിക്കൽ നടത്താറുണ്ട്. ഉമ്മച്ചി തന്നെ എപ്പോഴും ചീത്ത പറയും ഇങ്ങനെ കത്തിക്കണതൊന്ന് പുകകളല്ലേ. എനിക്കാണെങ്കിൽ അലർജിയുടെ പ്രശ്നമുള്ളതാണ്. അപ്പം പക്ഷേ എനിക്ക് എന്തോ ആ സ്മെല്ല് ഇങ്ങനെ വരുമ്പോൾ ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. പണ്ട് അടുപ്പിൽ കത്തിക്കുന്ന ഓർമ്മ അന്നൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അടുപ്പിൽ കത്തിക്കുന്നോടത്ത് നിൽക്കാനൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതൊന്നും ഇഷ്ടമല്ല. പക്ഷെ എന്തോ ഇങ്ങനെ കത്തിക്കുന്നോട് തുടങ്ങി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ പുക ഇങ്ങനെ പോകണം നോക്കി നിന്ന് ഞാനത് കത്തി തീരുന്ന വരെ അവിടെ നോക്കിക്കും. ഉമ്മച്ചി കത്തിച്ചിട്ട് അവിടെ നിന്നിട്ട് പോന്നോ എന്തിനാ അവിടെ തന്നെ നിൽക്കണേന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാനത് കത്തി തീരുന്നവരടങ്ങ് നോക്കി നിൽക്കും. പിന്നെ പുറത്തേക്ക് വരുന്നത് പിന്നെയും അതിലേക്ക് എടുത്തിട്ട് അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതിനൊക്കെ ഒരു മൂഡുണ്ട് കേട്ടോ. എന്നൊന്നും എപ്പോഴൊന്നും എല്ലാതും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കത്തിക്കലും മാത്രം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എപ്പോഴും ചെയ്യും. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അർബാനയും കൂടി കൊണ്ടിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ മാത്രമേ വീഡിയോ എടുക്കുന്നുള്ളൂ. പിന്നെ വരണമെന്നും വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. ഞാൻ തന്നെ ഈ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് ഈ ആംഗിൾ വെക്കലൊന്നും വലിയ പിടുത്തമായിട്ടില്ല. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ വക ആംഗിൾ പരിപാടികളൊന്നും ഞാൻ അങ്ങനെ ശരിക്കും പഠിച്ചിട്ടില്ല. അപ്പോൾ എന്തൊക്കെ ആദ്യത്തെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ ഇങ്ങനെ പരിപോഷിപ്പിച്ചേ കിട്ടും. അപ്പോൾ ഞാൻ പിന്നെ കൂടുതൽ വീഡിയോസ് ഇടാം. അപ്പോൾ അതേപോലെ സൈഡിലുള്ള റോസിൻ്റെ കൊമ്പൊക്കെ വെട്ടി കൊടുക്കണം. 2 ടൈപ്പ് റോസ് ഉണ്ട്. ഒന്ന് ബട്ടൺ റോസും ഒന്ന് സാധാ നാടൻ റോസ് കളറുള്ള റോസും. പിന്നെ നമ്മുടെ അടക്കാമരത്തിൻ്റെ പഴയ ഇലകളില്ലേ, ഉണങ്ങിയ ഇലകളും ഇങ്ങനെ വെട്ടി കൊടുത്ത് ഒന്ന് ഭംഗിയാക്കി കുട്ടപ്പനാക്കി കൊടുക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് ആ ഇലകളൊക്കെ ശരിക്കും ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നോക്കി നിന്ന് കാണാൻ വല്ലാത്ത സുഖമാണല്ലോ. റോസ് മുറ്റത്ത് നട്ടിട്ടുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് 2 ടൈപ്പ്. പിന്നെ വേറെ മഞ്ഞയും വെള്ളയും പിങ്കും ഒക്കെ വേറെ ഉണ്ട്. അത് ചട്ടികളിലിരിക്കുകയാണ് കേട്ടോ. ഇത് സാധാ റോസിൽപ്പെട്ട റോസ് ആയതുകൊണ്ട് ഞാൻ മണ്ണിൽ തന്നെ നട്ടേക്കണം. അപ്പം കിടക്കുന്ന കൊമ്പൊക്കെ വെട്ടീനെ വൃത്തിയാക്കാമല്ലോ. അപ്പോൾ ഇത് ഏതാണ്ടൊക്കെ ഒരുവിധമൊക്കെ ആ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ആ ഭാഗത്തുള്ള ചട്ടിയിലത്തെയും കൂടി ഒന്ന് വൃത്തിയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് തോന്നണം കണ്ടിട്ട്. ഇതൊന്ന് മുഴുവനാക്കിയിട്ട് അർബാനയൊക്കെ ഒന്ന് കൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കി നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഏതാണ്ടൊക്കെ അവസാനിപ്പിക്കാനുള്ളതായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിപ്പോൾ ആ ബോഗെയിൻവില്ലയുടെ അത് ഉണങ്ങിയിട്ടുണ്ട്. ആ പൂവ് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അതും കൂടി ഒന്ന് വെട്ടി കൊടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ വൃത്തിയാക്കിയതിൽ പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ നമ്മുടെ മിട്ടുപൂച്ചയും കൂടെ നടക്കുന്നുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. എൻ്റെ കാലിൻ്റെ കൂടെയൊക്കെ അങ്ങോട്ടും കൂടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ പണി തുടങ്ങുമ്പോൾ തന്നെ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെങ്ങ് വരെ ഇന്ന് ക്ലീൻ ആക്കണം. കാരണം കൂടുതൽ പുല്ലുള്ള ഭാഗം ആ തെങ്ങ് വരെ ഇടാം. പിന്നെ അടുത്ത ദിവസം ബാക്കിയുള്ള ഭാഗം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ആ ഫുൾ അങ്ങോട്ട് കഴിയുമല്ലോ. അപ്പോൾ ഇന്ന് തെങ്ങ് വരെ ഏതാണ്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെടി നനക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഉദ്ദേശം നമ്മുടെ ഗാർഡൻ ക്ലീനിങ്ങിൻ്റെ ഉള്ള കണ്ട ഇന്ന് ചെയ്ത വർക്കാണ്ടത് ഇത്രയും ചെയ്തിട്ടുണ്ട് ഞാൻ. നമുക്ക് ചെയ്തത് പെർഫെക്റ്റാക്കി ചെയ്ത് അങ്ങനെ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അതായത് ഇത്രയും ഭാഗം വരെ ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോ. ഇനി അതിൻ്റെ പാർട്ട് 2 ആയിട്ട് അടുത്ത ഭാഗം വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല വീഡിയോ കാണുന്നതിലേക്കും ബൈ. താങ്ക് യു.